ഹലോ ഗീസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു മൂവി ട്രെയിലർ റിയാക്ഷനുമായിട്ടാണ്. മൂവിയുടെ പേര് അനന്തൻകാട്. സ്റ്റാറിംഗിൽ ആരൊക്കെയാ? സ്റ്റാറിംഗിൽ ആര്യ, നിഖില വിമൽ, പിന്നെ ഇന്ദ്രൻസ് ഉണ്ട്, പിന്നെ സുനിൽ ഉണ്ട്, പിന്നെ വിജയരാഘവൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ട്രെയിലർ റിയാക്ഷനിലോട്ട് പോകാം. അനന്തൻകാട് അനന്ത വില്ലനായിരിക്കുമോ? എനിക്ക് തോന്നുന്നു ആ നാട്ടിലുള്ള ഒരു നേതാവ് അങ്ങനെ മുന്നിട്ട് നടത്തുന്ന ഒരാളായിരിക്കും. ആ നാട് മുന്നിട്ട് നടത്തണമെങ്കിൽ സ്ത്രീകളെ പിടിച്ച് കഴുത്തിൽ കത്തിവെക്കേണ്ട ആവശ്യം? എന്തെങ്കിലും പ്രശ്നത്തില് അകപ്പെട്ടപ്പം ഇവര് നേതാവാണല്ലോ. അതിന് മറ്റവരെ പിടിച്ച് കഴുത്തിൽ കത്തിവെക്കേണ്ട ആവശ്യം എന്തുവാ? ഭീഷണിപ്പെടുത്തുന്നത്. അവർക്കും ജീവിക്കണ്ടേ അവിടെ? ഡയലോഗ് ഉണ്ടല്ലേ, സെറ്റാണ് ഇയാളെ മോഡുലേഷൻ. എനിക്ക് തോന്നിയത് ഇയാള് പാർട്ടി നേതാവായിരിക്കും, പക്ഷെ ഒരു ഗുണ്ട പാർട്ടി നേതാവിനെ പോലെ ആയിരിക്കും. ചോര കൊണ്ടുള്ള കടം ചോര കൊണ്ട് തന്നെ തീർക്കണമെന്ന് പറയുമ്പോൾ ഒരു വില്ലൻ ഷെയ്ഡ് ആയിരിക്കും. അത് മാത്രല്ല, ആ നാട്ടില് ഈ അനന്തം എന്ന് പറഞ്ഞ ഒരു കാടാണ്. അങ്ങനെ നാടല്ലേ, നാട് കാട് അതായിട്ട് പറഞ്ഞ ഒരു സ്ഥലം. അവിടെയാണ് ഇവർ ജീവിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നേതാവായിട്ട് ജീവിക്കുന്നു. അവിടെയാണ് പ്രശ്നം നടക്കുന്നത് തന്നെ. വിജയരാഘവൻ സ്വന്തം ആലയിൽ പണിയിച്ച വാളുകൊണ്ടേ ശത്രുവിനെ വെട്ടാവൂ. എന്നാല് വെട്ട് കഴിഞ്ഞ് വാളുരുക്കി ഇതുപോലെ മോതിരമാക്കിയിടാൻ കഴിയും. ഇവൻ കറക്റ്റുമില്ല എന്ന് വെച്ചാ പൈസ ഉണ്ടാക്കി അങ്ങനെ പറയണ. അങ്ങനെയാണ് പൈസയുടെ കേസാണ് പറയണത്. പൈസയുടെ കേസില്ലടാ. അയാള് നേതാവാണ്. അയാള് മെയിൻ നേതാവാണ്. അവിടുത്തെ പ്രശ്നത്തിനെ അടിച്ചൊതുക്കാൻ വേണ്ടി ഉള്ള ഒരാള്. അപ്പുറത്ത് മറ്റേ സൈഡ് മറ്റൊരു അങ്ങനെ ആയിരിക്കും. എൻട്രി ആര്യ ഇത് സംഭവം. ഇവരൊക്കെ തോറ്റ് പോയെടുത്ത് ഹീറോ ആയിട്ട് ആര്യ വരുന്നു. അത് തന്നെ. മലയാളത്തിൽ അവൻ ക്ലച്ച് പിടിക്കുവോ? മലയാളത്തിൽ കുറെ മൂവി ഉണ്ടല്ലോ. ഏത്? ഗേറ്റ് ഫാദർ ഉണ്ട്. അതില്ല, നടനായിട്ട് ഉറുമിയിലൊക്കെ ഉണ്ട്. പക്ഷെ ഒരു നല്ല മെയിൻ നടനായിട്ട് ഇതില് മെയിൻ നടനല്ലേ? നടനായിട്ട് അങ്ങനെ ചോദിച്ചാൽ ഫസ്റ്റ് മൂവി തന്നെ. ഫസ്റ്റ് മൂവി ആയിരിക്കും. അപ്പൊ ഇതിൽ പൊളിക്കുമായിരിക്കും. പൊളിക്കാൻ ഇത് കൊറേ വില്ലന്മാര് കേട്ടോ. അത് ശരി തന്നെ. സംഭവം സ്ത്രീകളെ മോശമായിട്ട് അവര് കണ്ട സ്ത്രീകൾ വരെ കഷ്ടപ്പെട്ട് വരുമ്പോ ദൈവവും കാണില്ല, വേറെ ആരും കാണില്ല, നമ്മൾ തന്നെ. അത് മുന്നിട്ട് ഇറങ്ങാനല്ലേ നമ്മളെ. ഇത് ആര്യ ഇറങ്ങിയാണ്, മുന്നിട്ട് ഇറങ്ങിയാണ് തീർക്കാൻ വേണ്ടി. തീർക്കും. ഇപ്പൊ എന്തിനാണ് തമിഴ് വാക്ക് പറയണേ? അതായത് അവൻ തമിഴ് ഷെയ്ഡ് ആയിരിക്കും ഫുള്ളായിട്ട്. എന്നിട്ട് മലയാളത്തിൽ ഇവിടെ വന്ന് താമസിക്കുന്ന ആളാ. അങ്ങനെ ആയിരിക്കും. അതായത് മലയാളം മൂവി തമിഴ് ഷെയ്ഡ്. അതായത് അവന്റെ അമ്മേനെയും അച്ഛനെയും അനിയത്തിനെയും കൊന്നിട്ടുണ്ട്. ഈ ഇവരെ അനന്തൻകാടെന്ന് പറഞ്ഞില്ലേ? അനന്തൻ എന്ന് പറഞ്ഞില്ലേ? അനന്തൻ അതൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. അനന്തൻ എന്ന് പറഞ്ഞ സ്ഥലമാണെന്നാണ് കാണിക്കുന്നത്. അതില്ല, അനന്തൻകാട്. ഇവര് ഇവിടെ താമസിക്കാനും വന്നത് തമിഴ്നാട്ടിൽ നിന്ന്. എന്നിട്ട് ഇവിടെ നിന്ന് എല്ലാരും മരിക്കുകയാണ് തന്നെ. അങ്ങനെ ആയിരിക്കും. നോക്കാം. കൊച്ചിലാണ് ആ സംഭവം നടക്കുന്നത്. പോലീസ് വീട്ടിലെ പോയാ ഇത് പോലീസും രാഷ്ട്രീയക്കാരും ഒരു ചേരിനെ ഒഴിപ്പിക്കാൻ നടക്കുന്ന ഒരു പ്രശ്നം. അവിടെയാണ് ഇന്നസെന്റ് പിന്നെ ആര്യ, അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ടാവും. ഇവരെ ചേർത്ത് തീർക്കാനും പോലീസുകാർ വെടിവെക്കാനും ഈ നേതാക്കന്മാര് പറഞ്ഞു വിടാനും
അങ്ങനെ ആയിരിക്കും. എന്തായാലും അതിന് അത് ഒഴിപ്പിച്ചെടുത്ത് ഒരു കോർപ്പറേറ്റ് നേതാവ് കാണും, അതിനെ കോർപ്പറേറ്റ് ആളെ. അയാൾക്ക് നേടിക്കൊടുക്കാനായിരിക്കും ഇതൊക്കെ ചെയ്യണേ. അനന്തപുരിക്കാട് അനന്തൻ കാട് ഭരിക്കുന്നവൻ ആരാണോ അവന്റെ തലയാണ് ആ കാട്. അനന്തൻ കാട്. അനന്തൻ കാട് ഇപ്പൊ ഭരിക്കുന്ന മെയിനായിട്ട് എല്ലാരും വിജയരാഘവൻ. ഇയാള് ആര്? വിജയരാഘവനാണ് വിജയരാഘവനാണ് ഇപ്പൊ അവിടെ ഭരിക്കണേ. ആ കാടിനെ നിയന്ത്രിക്കാൻ നോക്കുകയാണ്, എന്ന് വെച്ചാൽ ഫുള്ളായിട്ട് പിടിച്ചടക്കാൻ വേണ്ടി. അപ്പൊ അവിടെ മറ്റേ ആര്യ വന്ന് ഇടപെടുകയാണ്. അതിനുള്ള ഫൈറ്റ് ആണ്. എന്ന് വെച്ചാൽ അതിൽ എന്തെങ്കിലും കാണും, ഗോൾഡോ, പിന്നെ ഗോൾഡ് ഒന്നും കാണില്ല. ഗോൾഡ് അല്ലെങ്കിൽ മറ്റേ ഇതായിരിക്കും, പ്രശ്നം കാണും. ആ വസ്തുവിന് വേണ്ടിയില്ല അടിയായിരിക്കും, അതിലുള്ള എന്തെങ്കിലും സാധനത്തിന് വേണ്ടിയായിരിക്കും നോക്കണേ. കാന്താര മൂവി ഉണ്ടല്ലോ, മനസ്സിലായി, അതിന്റെ അകത്തൊരു സംഭവം ഉണ്ട്, അതിനു വേണ്ടിയാണ് എല്ലാരും നോക്കണേ. തന്നെ നോക്കാം. എന്താണ് സംഭവം? ടോട്ടലുണ്ട് അനന്തക്കാട്. എന്തൊരു കഥ ഉണ്ട്. എന്ത് കഥയാണ്? എന്ത് കഥയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞാൽ തന്നെ, അനന്തൻകാട് എന്ന് പറഞ്ഞൊരു സ്ഥലം, അതില് എന്തൊക്കെയോ നിഗൂഢമായിട്ടുള്ള സംഭവം ഉണ്ട്. അതിനു വേണ്ടിയുള്ള ഫൈറ്റാണ്. അതിനുവേണ്ടി ആ ജനങ്ങളെ ഒന്നേ എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഒഴിപ്പിക്കണമായിരിക്കും അവർക്ക് വേണ്ടി, അല്ലെങ്കിൽ കോർപ്പറേറ്റ് കമ്പനി വല്ലതും അത് എടുക്കാൻ വേണ്ടി, അത് ഫുള്ളായിട്ട് ഇതാക്കാൻ വേണ്ടി നോക്കണതായിരിക്കും. സർക്കാർ അവർക്ക് വേണ്ടി സപ്പോർട്ട്. സർക്കാർ ഇപ്പൊ അവിടെ ഭരിക്കുന്നത് വിജയരാഘവൻ. മൊത്തം പോലീസ് ഇറങ്ങിയിട്ടുണ്ട് തീർക്കാൻ വേണ്ടി, തകർക്കാൻ വേണ്ടി. സുനില് അതിന്റെ മെയിൻ പോലീസ് ഹെഡ് എന്ന് തോന്നുന്നു. സുനിലിനെ കണ്ടല്ലേ അറിയാം, അല്ലേ? ഇൻട്രൻസ് വില്ലൻ ഇല്ലെന്ന് തോന്നുന്നു. അവിടുത്തെ ലോക്കൽ നേതാവായിരിക്കും, ചിലപ്പോൾ ലോക്കൽ ഗുണ്ടയായിരിക്കും. മരിച്ചു പോകും, അതറിഞ്ഞൂടാ, മരിക്കാൻ ചാൻസ് ഉണ്ട്. ലോക്കൽ നേതാവോ ആയിരിക്കും, അതോ ഇനി ആര്യയുടെ അച്ഛൻ ഇൻട്രൻസ് ആണോ എന്തായാലും, പഴയ പാസ്റ്റ് ആണോ കാണിക്കണേന്ന് അറിയില്ല. അങ്ങനെയും വരാം. ആ സമയമായിരിക്കും ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോണതും പിന്നെ ആയിരിക്കും വരുന്നത്. അപ്പൊ ഇവിടെ മൊത്തം പിടിച്ചടക്കണം ആൾക്കാര്. അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി ഇവര് പിന്നെ ഫൈറ്റ് ചെയ്യും. അങ്ങനെയായിരിക്കും ആ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വിജയരാഘവനും പോലീസും, വിജയരാഘവന്റെ പോലീസ് എന്ന് വെച്ചാൽ അവൻ നേതാവായിട്ട് അവൻ പറഞ്ഞുകൊണ്ട പോലീസ് അടിച്ചൊതുക്കാൻ വേണ്ടി നോക്കുന്നതായിരിക്കും. ആ സമയമായിരിക്കും ഇവൻ വരുന്നത്, ആര്യ. ബാക്കിയെല്ലാം മൂവിയിലെ അറിയാൻ പറ്റൂ, ഇതിലൊന്നും അറിയാൻ പറ്റില്ല എന്താണ് സംഭവം. എനിക്കൊരു ഉദ്ദേശം മനസ്സിലായി, ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ഒരു ടോപ്പിക് ആയിരിക്കും കഥയിൽ വേണേ. അപ്പോൾ നമുക്ക് എന്തായാലും മൂവി കാണുമ്പോൾ നോക്കാം.